ഹലോ നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മലേഷ്യൻ ട്രിപ്പും എപ്പിസോഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് കോലാലംപൂർ നഗരത്തിന് ഹൃദയത്തിൽ 421 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭീമൻ ടവർ ആയിട്ടുള്ള കോലാലംപൂർ ടവർ അല്ലെങ്കിൽ KL ടവർ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ കടന്നുകൊണ്ട് പോകുന്നത് കോലാലംപൂറിന്റെ നഗര കാഴ്ചകളിലൂടെയാണ് കേട്ടോ. നമ്മൾ ടവറിന്റെ അടിയിൽ നിന്ന് ലിഫ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 58 സെക്കൻഡിനുള്ളിൽ തന്നെ അവർ നമ്മളെ സ്കൈ ഡെക്കിൽ എത്തിക്കും. അത്രമാത്രം സൂപ്പർ ഫാസ്റ്റോട് കൂടിയാണ് ലിഫ്റ്റ് പോകുന്നത്. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി മുകളിലേക്ക് എത്തുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് ഒരു മഹാ അത്ഭുതമാണ് കേട്ടോ. ഇവിടെ നിന്ന് കോലാലംപൂർ നഗരം 360 ഡിഗ്രിയിൽ ഒരു ആകാശ ചിത്രമായിട്ട് അതിസുന്ദരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ KL ടവറിന്റെ ഏറ്റവും ത്രില്ലിംഗ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ സ്കൈ ബോക്സ് ആണ് കേട്ടോ. പൂർണ്ണമായിട്ടും ഗ്ലാസിൽ നിർമ്മിതമായിട്ടുള്ള ഈ ബോക്സിൽ നിന്ന് വെളിയിലേക്ക് നമ്മൾ ചുവടുകൾ വയ്ക്കുമ്പോൾ താഴേക്ക് 300 മീറ്റർ ആഴമുള്ള ദൃശ്യങ്ങൾ നമ്മളുടെ കാലുകൾക്ക് കീഴിലൂടെ ബിസി റോഡ്, മോട്ടോർ വാഹനങ്ങൾ, ബിൽഡിങ്സ് എല്ലാം ഗ്ലാസ് വഴി കാണുമ്പോൾ ഒരു നിമിഷം നമുക്ക് ഹാർട്ട് ബീറ്റ് സ്കിപ്പ് ചെയ്യുന്ന പോലെ തോന്നും കേട്ടോ. കടുത്ത ഭയത്തോടൊപ്പം ഒരു അതിശയത്തിന്റെ സംയോജനം. ഇതാണ് KL ടവറിന്റെ സിഗ്നേച്ചർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഈ KL ടവർ എന്ന് പറയുന്നത് ഒരു കെട്ടിടം മാത്രമല്ല കേട്ടോ, ഒരു സാധാരണ മനുഷ്യന്റെ മനസ്സ് പോലും ആകാശത്തിന്റെ ഉയരത്തിലേക്ക് പറക്കാം എന്ന് പറയുന്ന ഒരു സന്ദേശമാണ്. കോലാലംപൂരിന്റെ ആത്മാവ്, ഈ ഒരു നഗരത്തിന്റെ അഭിമാനം, അതിന്റെ ഭംഗി എല്ലാം ഈ KL ടവറിലുണ്ട്. മലേഷ്യ സന്ദർശിക്കുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ പോകേണ്ട ഒരു കാഴ്ചയാണ് ഇത്. അപ്പൊ ഞാൻ ദേ ബസ്സിൽ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളും എന്നോടൊപ്പം ഈ കാഴ്ച ആസ്വദിക്കൂ. അപ്പൊ നമ്മൾ കോലാലംപൂർ ടവറിന്റെ മുമ്പിൽ, അതായത് KL ടവറിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഇനി ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് ഈ ടവറിലെ കാഴ്ചകളാണ്. നമുക്കിത് കൃത്യമായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടവറിന്റെ മുകളിൽ നിന്ന് നമുക്ക് മലേഷ്യ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതിസുന്ദരം അല്ലേ? അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ചാനലിന്റെ ചരിത്രത്തില് വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലേഷ്യയിലെ കോലാലംപൂർ ടവർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടവറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടവറിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മലേഷ്യ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം 20 അടി നിലക്ക് മുകളിലാണ് ഈ ടവർ. അതുകൊണ്ട് തന്നെ ഈ ഒരു റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലേഷ്യ കംപ്ലീറ്റ് നല്ലൊരു വിഷൻ, മലേഷ്യയുടെ തനതായിട്ടുള്ള സൗന്ദര്യവും ബ്യൂട്ടിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അടിപൊളി കാഴ്ചകളാണ്. ആ ടിൻ ടവർ വന്ന രീതിയിലല്ലേ? ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. അതായത് നമ്മളിപ്പോ നിൽക്കുന്നത് വേൾഡ് ടോളസ്റ്റ് ടവറുകളുടെ
ചിത്ര പ്രദർശനത്തിന് മുമ്പിലാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒന്നേന്ന് മുതൽ കാണിച്ചു തരാം. അതായത് ഏറ്റവും ഏറ്റവും ഉയരം കൂടിയത് ജപ്പാനിലെ ടോക്കിയോയിലുള്ള ടോക്കിയോ സ്കൈ ട്രീ ആണ്. സ്കൈ ട്രീയുടെ മാതൃക ഇതാണ്. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് 600 മീറ്ററോട് കൂടി കാൻഡൻ ടവർ ചൈനയിലുള്ളതാണ്. പിന്നെ കാനഡയിലുള്ള സിയൻ ടവർ ആണ്, ടൊറന്റോ കാനഡ, 553 മീറ്റർ ആണ്. പിന്നീടുള്ളത് റഷ്യയിലുള്ള മോസ്കോയിലുള്ള ഒസ്റ്റാനിക്കോ ടവർ ആണ്, 540 മീറ്റർ ആണ്. പിന്നെ ഈ കഴിഞ്ഞടുത്തുള്ള ചൈനയിലുള്ള തന്നെ അടുത്ത ടവർ ആണ്, അതായത് ഓറിയന്റൽ പേൾ ടവർ, ചൈന, ഷാങ്ഹായ്, 468 മീറ്റർ ആണ്. പിന്നെ ഇറാനുള്ള മില ടവർ ആണ്, 435 മീറ്റർ ആണ്. പിന്നെ നമ്മൾ നിൽക്കുന്ന ഈ കോലാലംപൂർ ടവർ, അതിന്റെ പൊക്കം എന്ന് പറയുന്നത് 421 മീറ്റർ ആണ്. ഈ ഒരു ടവറിന്റെ മുകളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. എന്റെ സന്തോഷം എത്രമാത്രം വലുതാണെന്ന് അറിയാമോ? ജീവിതത്തിൽ ഇതൊക്കെ കാണാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമല്ലേ. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ അടുത്തത് ചൈനയിലുള്ള സെൻട്രൽ റേഡിയോ ആൻഡ് TV ടവർ. പിന്നീട് യുക്രൈനിലുള്ള കിവി TV ടവർ. പിന്നീട് ഉസ്ബെക്കിസ്ഥാനിലുള്ള ടഷ്കിന്ദ് ടവർ, 375 മീറ്റർ. പിന്നെ അടുത്തത് കുവൈറ്റിലുള്ള ലിബറേഷൻ ടവർ, 372 മീറ്റർ. കസാക്കിസ്ഥാനിലെ അൽമ ആത്ത ടവർ, 371 മീറ്റർ. ആൻഡ് ലാറ്റ്വിയയിലെ റീഗ TV ടവർ, 368 മീറ്റർ. പിന്നെ ജർമ്മനിയിലുള്ള ഫെർഷട്രും ടവർ, ഇച്ചിരി പ്രയാസമാണ് ജർമ്മൻ വായിക്കാൻ വേണ്ടി. പിന്നീടുള്ളത് മലേഷ്യയിലുള്ള മെനാറ അലോത് സ്റ്റാർ, അതും നമ്മൾ നാളെ പോയി കാണുന്നതായിരിക്കും, 165.5 മീറ്റർ. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ് ഈ KL ടവറിന് മുമ്പിൽ നിന്ന് ഈ മഹാത്ഭുതമൊക്കെ കാണാൻ സാധിക്കുക എന്നുള്ളത് തന്നെ.